ഞാൻ ഇന്നലെയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ ചില ദിവസം ഇങ്ങനെയാ ഡോക്ടറെ. കാരണമൊന്നും കാണില്ല, ഉറക്കം വരില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. മോളുടെ ഉപബോധ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരോടൊക്കെയോ ദേഷ്യമുണ്ട്. അങ്ങനെ വന്നാലും ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഞാൻ വന്നപ്പോ അമ്മയുമായി എന്തൊക്കെയോ ക്ലാഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണോ മോളുടെ മനസ്സിനെ അലട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. എന്തായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലൂടെയാണ് മോളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതുകൊണ്ട് ദേഷ്യം, ദുഃഖം, ടെൻഷൻ ഇതെല്ലാം തൽക്കാലം വേണ്ടാന്ന് വയ്ക്കും. എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. പരമാവധി ശ്രമിക്കാൻ ഡോക്ടർ. ഇന്ന് സർവന്റ് ഉണ്ട്. കുറച്ചുനേരം വെയിറ്റ് ചെയ്താ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് ഡോക്ടർക്ക് പോകാം. അതൊരു കടമായി ബാക്കി നിൽക്കുക. സാരമില്ല, ഞാൻ അടുത്ത ഏതെങ്കിലും ദിവസം വരാം. അതുപോലെ അനന്തുവിനെ ഇടയ്ക്ക് വിളിക്കണം. മഞ്ജുവിന്റെ കാര്യങ്ങൾ അറിയിക്കണം. ഇനി വിളിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വിളിക്കും. ഡോക്ടറുടെ സ്നേഹം കണ്ടിട്ട് മഞ്ജു തന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർക്ക് ഞങ്ങളുമായിട്ട് എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്ന്. അത് മോള് പറഞ്ഞത് ശരിയാ. ഇതുവരെ ഒരു പേഷ്യന്റിനോട് തോന്നാത്തൊരടുപ്പം എനിക്ക് മോളോടുണ്ട്. നിങ്ങൾ രണ്ടാളോടും ഉണ്ട്. നിങ്ങൾ രണ്ടും എന്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നിപ്പോവാ. അപ്പോ പറഞ്ഞ ഒന്നും മറക്കണ്ട. നന്നായി ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത തോന്നിയാൽ അപ്പോഴേ എന്നെ വിളിക്കണം. ശരി ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായയെങ്കിലും കുടിച്ചിട്ട്. ഇപ്പൊ ഒന്നും വേണ്ടെന്നേ. എല്ലാം ഉണ്ട്. എന്തിനാ ഡോക്ടർ ഇത്രയൊക്കെ വാങ്ങി പൈസ കളയുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? മറ്റൊരു പേഷ്യന്റിനോട് തോന്നാത്തൊരു സ്നേഹം നിന്നോട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെന്ന്. അതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്നല്ലേ? എന്നിട്ട് എന്റെ അമ്മയ്ക്ക് എന്നെ പിടിക്കാത്തതും ഏതോ കാട്ടിക്കിടന്ന് ഒരുത്തിയുടെ പേരും പറഞ്ഞു എന്നെ കൊച്ചാക്കുന്നതും എന്റെ അമ്മയാ. ഇനിയിപ്പൊ ഞാൻ ഏത് ഡോക്ടറെ കാണാൻ പോകുന്നറിയാൻ വലിയ തിടുക്കമായിരിക്കും. ഞാൻ അമ്മയാകുന്നതല്ലോ, അവൾ അമ്മയാവുന്നതല്ലേ അവർക്ക് സന്തോഷം. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയാ പോകുന്നതെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. നിനക്ക് അനാവശ്യ ദേഷ്യമൊന്നും ആരോടും പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. തൽക്കാലം ഡെലിവറി കഴിയുന്നത് വരെ എല്ലാ വാശിയും വൈരാഗ്യവും കളയണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അക്ഷരം പ്രതി അനുസരിച്ച മറ്റു വൈകല്യങ്ങളൊന്നുമില്ലാതെ കുഞ്ഞ് ജനിക്കും. നമ്മൾ ആശിച്ച കുഞ്ഞ്. എന്റെ അമ്മോ, ചന്ദ്രനും കൂടി എഴുന്നള്ളിയല്ലോ. പത്മിനിയേച്ചിയെ കണ്ട പ്രശ്നമാവും. രണ്ടാൾക്കാര് വരുന്നുണ്ട്. ഞാനൊന്ന് പത്മിനിയേച്ചിയോട് മാറി നിൽക്കാൻ പറയട്ടെ. കാർത്തു ആത്മാർത്ഥമായിട്ട് എല്ലാം ഉണ്ടാക്കിയതാ. ഇനി അത് സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്കത് വലിയ വിഷമാവും. കാർത്തു ഉണ്ടാക്കിയതാണെന്നൊന്നും പറയണ്ട. ചേച്ചി, അമ്മായി മോനും വന്നിട്ടുണ്ട്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാ. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ മാറാൻ പറഞ്ഞത്. കറികളൊക്കെ റെഡിയായോ? എല്ലാം റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ. എന്നാ പോയി പുറത്ത് നിൽക്ക, ഞാൻ നോക്കിക്കോളാം. പോ. വെടിപ്പാക്കിയിട്ടിരിക്കുക. ആരെങ്കിലും പുറംപണിക്ക് വരുന്നുണ്ടോ എന്തോ. കാണും. ഇല്ലെങ്കിൽ ഈ അവസ്ഥയില് കുനിഞ്ഞൊന്ന് ഇടത്ത് മുറ്റടിക്കുന്നു തോന്നുന്നുണ്ടോ?
എന്തായി അമ്മ അവിടെ പോയിട്ട്? എന്താവാനാ, ഇതാ കണ്ടില്ലേ, കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊടുത്തു വിട്ടു. മോളുണ്ടാക്കിയ പലഹാരങ്ങളൊന്നും വേണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മേ? ഞങ്ങള് പറഞ്ഞില്ല, പക്ഷെ അവർക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ താനായിരിക്കുമെന്ന്. ഒട്ടും മാറ്റമില്ല മോളെ. പണ്ടത്തേതിന്റെ പിന്നത്തേതെന്ന് പറഞ്ഞാ മതി. അഹങ്കാരം അസ്ഥിക്ക് പിടിച്ചിരിക്കുക. പിന്നെ അമ്മയെ ബലമായിട്ട് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കറികളൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എവിടുന്ന് അവൾക്ക് ഈ സിദ്ധി ഉണ്ടായതെന്ന് അറിയില്ല. മോളും പവിത്രയൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ അതേ ടേസ്റ്റ്. കാല് തെറ്റി വീണ് കൈ ഒടിഞ്ഞിരിക്കുക. അയ്യോ, അത് മോളുടെ പ്രാക്കുകൊണ്ടാണെന്നാ പറയുന്നേ. പിന്നെ അവളുടെ അമ്മയുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുകയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോ സഹായത്തിന് പോയി നിൽക്കാമെന്ന് കരുതിയതാ. അവൾക്ക് എന്റെ സഹായം ഒന്നും വേണ്ട, ആരുടെ. ഭർത്താവും അവളും മാത്രം മതി. അങ്ങനെയാ പോക്ക്. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കേണ്ട ചിലരൊക്കെ ഉണ്ട് കാർത്തു. അവരെ പിശുക്ക് കാട്ടാണ്ട് അങ്ങ് സ്നേഹിക്കണം, അല്ലാത്തവർ തള്ളിക്കളയണം. അല്ലെങ്കിൽ ദൈവം നമുക്കൊപ്പം നിൽക്കില്ല. ഇതൊക്കെ എത്ര മണിക്കൂറത്തെ പരിശ്രമ. മഞ്ജു എടുത്തിയുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുവിട്ടത്. ഒരെണ്ണം പോലും എടുത്ത് രുചിച്ചു നോക്കിയില്ലല്ലോ. ഇനിയിപ്പോ നമുക്കിത് എല്ലാവർക്കും കൂടി കഴിച്ചു തീർക്കാം. അല്ല, അതങ്ങനെ തന്നെ വേണ്ടത്. താൻ ഉണ്ടാക്കിയ പലഹാരം കഴിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അമ്മയാകാൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ദുഷ്ടചിന്തകളൊന്നും ശരിയല്ല മോളെ. പക്ഷെ ആരോട് പറയാനാ? എന്നാ എനിക്ക് വയ്യ, അമ്മായി 2 ദിവസം ഇവിടെ വന്ന് നിക്ക് എന്നുപോലും പറഞ്ഞില്ല. നമ്മളെല്ലാം അവിടെ നിന്നും പടിയിറങ്ങി പോന്നത് മഹാഭാഗ്യായിട്ട് കരുതുക ആ അസത്ത്. അമ്മയ്ക്ക് വലിയ വിഷമായല്ലേ? പിന്നെ വിഷമമാതിരിക്കോ? ഏട്ടത്തെ ആട്ടിവിട്ടതിനല്ല, താൻ ചെയ്ത ജോലി ഫലം കണ്ടില്ലോ എന്നുള്ള സങ്കട. തിരിച്ചു വരുമ്പോ അമ്മ പറഞ്ഞു, ഇനി മരണം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന്. അത് നമുക്ക് സന്തോഷമല്ലേ? എങ്കിലും 2 മക്കളുള്ള അമ്മമാർക്ക് രണ്ടിടത്ത് മാറി നിൽക്കാനൊക്കെ തോന്നും, മക്കൾ എത്ര ദുഷ്ടരാണെങ്കിലും. പിന്നെ അതാണല്ലോ ഞങ്ങളുടെ തറവാട്. അച്ഛനടക്കിയ മണ്ണും അതാ. അങ്ങനെയുള്ളടത്ത് പോണമെന്നും അച്ഛന്റെ അസ്ഥിത്തറയിൽ വിളക്കി വെക്കണമെന്നൊക്കെ ആഗ്രഹം കാണില്ലേ? അതിന് പോലും കഴിയുന്നില്ലല്ലോ. അമ്മയുടെ കാര്യം പോട്ടെ, അപ്പച്ചയെ പോലും വീട്ടിനകത്ത് കയറ്റുന്നില്ല. പിന്നെ തറവാട് ഇതുവരെ ഭാഗം വെക്കാത്തതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ വഴക്കിന് പോണ്ട സാറേ, അവരവിടെ നന്നായിട്ട് ജീവിച്ചോട്ടെ. നന്നായിട്ട് ജീവിക്കോ മോശമായിട്ട് ജീവിക്കോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അവരുടെ സ്വഭാവം തന്നെ അവരുടെ ശത്രു. അത് അവര് മനസ്സിലാക്കുന്നില്ല. അതിനെല്ലാത്തിനും എസ് മുഴുവൻ ഭർത്താവും കൂടെയുണ്ട്. നീ എവിടായിരുന്നു ഇതുവരെ? രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ. അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ ഭർത്താവ് നിന്നെ സംശയിച്ചു തുടങ്ങുന്നത് പുതിയ സംഭവം തന്നെയാ. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നീ ഒറ്റ ഒരുത്തിയാ. അയാൾ എന്താ പറയുന്നത്? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ അവന്റെ സംസാരം അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവനാണെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ സമയമായത്. എന്തു ജോലി അയാൾ ചെയ്യുന്നത്? എന്റെ പറമ്പ് കൊത്തിക്കിളയ്ക്കുന്നു. അത് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇതിനു മുമ്പ് ഭർത്താവ് ഡോക്ടറാണെന്നെങ്കിലും പറയായിരുന്നു. ഇപ്പോഴെന്തു പറയും? അയാളും കൂലിപ്പണിക്കാ. മഞ്ജു, എന്താ പറ്റിയേ? ഇന്നലെ രാത്രി മുതലേ സുഖമില്ലായിരുന്നു അനന്തേട്ട. ഉറക്കവും കുറവായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന നേരെ വെളുപ്പിച്ചത്. അനന്തോട്ടം പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ലൈറ്റ് ഇടുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടും ഉണർന്നില്ല. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതാ അങ്ങനെ കിടന്നുറങ്ങിപ്പോയത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല.
ഈ സമയത്ത് ഇതുപോലെയുള്ള തളർച്ചയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ഇത്തിരി കൂടുതലാ. നിന്റെ വയറുവേദനയൊക്കെ മാറിയോ? ഇല്ല, കട്ടനകത്ത് നാരങ്ങ പിഴിഞ്ഞു കുടിച്ചായിരുന്നു, എന്നിട്ട് ഒരു കുറവുമില്ല. സാധാരണ അതുകൊണ്ട് ഇത് തീരുന്നതാ. എന്തോ കുഴപ്പമുണ്ട് അനന്തേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജീവൻ ഡോക്ടറെ ഒന്ന് വിവരം അറിയിക്കാം. വേഗം വേണം. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ എത്രയും പെട്ടെന്ന് പോണം. മിക്കവാറും പോവേണ്ടി വരും. അതുപോലെ തളർച്ചയുണ്ട്. ജലാംശം ഒരുപാട് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. നീ ഇവിടെ ഇരിക്കും. ആ അനന്തു, മഞ്ജുവിന് തീരെ വയ്യ. നല്ല തളർച്ചയും വയറുവേദനയൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ. എനിക്ക് ഏറെ അടുപ്പുള്ള ഹോസ്പിറ്റലാ. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി ഡോക്ടറെ. ആ ഒട്ടും താമസിക്കരുത് കേട്ടോ. ഞാൻ അവിടുത്തെ ഗൈനക്കോളജിനോട് വിളിച്ച് വിവരം പറഞ്ഞോളാം. ശരി ഡോക്ടർ. ശരി. എനിക്കൊന്ന് അലിക്ബാൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ആ മഞ്ജുവിന് തീരെ വയ്യ. മഞ്ജുവിന് തീരെ വയ്യെങ്കിൽ അവിടെ ചെന്നാ ഡോക്ടർമാർ നോക്കത്തില്ലയോ? ആ കുട്ടി എന്റെ പേഷ്യന്റാ. എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പറ്റില്ലല്ലോ. മഞ്ജുവിന് നല്ല തളർച്ചയുണ്ട്, വയറുവേദനയും. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നല്ലേ നല്ലത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ ഞാൻ പോയിട്ട് വരാം. ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിനോടൊക്കെ വരണ്ടെന്ന് പറഞ്ഞു. ശരി. അങ്ങേരിങ്ങോട്ട് ഓടിയത്? ആ മഞ്ജു എന്ന് പറയുന്ന പേഷ്യന്റിന് തളർച്ച ഉണ്ടായിരുന്നോ വയറുവേദന ഉണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടു. ആ കൊച്ചിനോട് അലിക്ബാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാ പറഞ്ഞിരിക്കുന്നത്. അത് മഞ്ജു തന്നെയാണോ ഈ പേഷ്യന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചി ഇതിനകത്ത് കഥ കടിച്ചിരിക്കാതെ ഡോക്ടറെ പിന്നാലെ പോണം ഇപ്പൊ തന്നെ. ഈ അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ ഡോക്ടർ പോയെന്ന് അപ്പൊ അറിയാലോ. മഞ്ജുവിനെ അങ്ങേർക്ക് വലിയ ഇഷ്ടമാ. ആ കൊച്ചു കുഴപ്പക്കാരിയല്ല, പിന്നെ ഭർത്താവും തരക്കേടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. അത് മഞ്ജുവിന്റെ കാര്യം. പക്ഷേ ഡോക്ടറുടെ ഓട്ടം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഡോക്ടറുമായിട്ട് അടുപ്പമുള്ള മറ്റാരോ ആണെന്നാണ് എന്റെ വിശ്വാസം. അല്ല, കുറച്ചു ദിവസമായിട്ട് ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ, ഡോക്ടർ ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന്. അങ്ങനെയെങ്കിൽ ആ മനസ്സ് കവർന്നെടുത്തത് ആരാണോ അവരെ കണ്ടെത്തണ്ടേ? നീ പറഞ്ഞ ശരിയാ സുമിത്ര. നീ കൂടെ വരുന്നോ? അയ്യോ, 2-3 പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നല്ലോ. അവരോടൊക്കെ വരണ്ടെന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ ഉടനെ വരും. അവരോടൊക്കെ കാര്യം പറഞ്ഞു വിടണ്ടായോ? പിന്നെ വീട് നോക്കാൻ ഒരാള് വേണ്ടേ? ഈ അലിക്ബാൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരം വരില്ലേ? കുറയാതെ വരും. ഡ്രൈവറോട് 100-100 വിടാൻ പറയണം. എന്തായാലും ഡോക്ടർക്ക് എന്തോ കള്ളത്തരുണ്ടെന്ന് ചേച്ചി സംശയിച്ച നിലയ്ക്ക് അതിന് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു ഭാരമായിട്ട് ഉള്ളിൽ കിടക്കും. ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് വേറെ ആരെങ്കിലാണെങ്കിൽ അവരെ കയ്യോടെ പിടിക്കാം. അതിനി ഡോക്ടറുടെ കാമുകിയാണോ മോളാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഡോക്ടർക്കിപ്പോ സ്വപ്നം കാണല് കൂടുതലാ. അതുകൊണ്ട് ചിലപ്പോ ഇന്ന് അതിന്റെ കാരണം കണ്ടെത്താൻ. മാഡം, ഡോക്ടർ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒന്നിച്ചാണോ വന്നത്? അല്ല, ജീവേട്ടൻ പുറപ്പെട്ട ശേഷമാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് മഞ്ജുവിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, ഡോക്ടറെ കാണാൻ വന്നവരിലെ മഞ്ജുവിനോടാ എനിക്ക് കുറച്ചെങ്കിലും അടുപ്പം തോന്നിയത്. അതുകൊണ്ടാ മഞ്ജുവിന് വയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടൻ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറെ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവാൻ. ആ,
ഈ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർക്ക് നല്ല അടുപ്പമാ. ഡോക്ടറോട് ഞങ്ങൾക്കുള്ള നന്ദി എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, ഡോക്ടർ ഒരു പാവോ. അദ്ദേഹത്തെ ഒരിക്കലും സംശയിക്കരുത്. അതൊക്കെ ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും. മഞ്ജുവിനെ ഞാൻ സംശയിച്ചില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. എന്നാ മോളെ പോലെയല്ല ചിലരൊക്കെ. അതുപോലെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ 100% വിശ്വസിക്കാവുന്ന ഒരാളല്ല എന്റെ ഹസ്ബൻഡ്. അത് പറയുന്നതില് എനിക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ പോവൂ. കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന പെൺകുട്ടികൾക്ക് ഇടയ്ക്കിടെ ഇതുപോലുള്ള തളർച്ചയും തലചുറ്റലും ഒക്കെ ഉണ്ടാവും. കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാ മോള്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള ഭക്ഷണത്തിലെല്ലാം വിഷാംശം വളരെ കൂടുതലാ. എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മോൾക്കിന്ന് പോവാൻ പറ്റുമോ? ആ, ഏതായാലും ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. ഫുഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ജലാംശം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഡ്രിപ്പ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ നിർബന്ധമാണെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. അല്ല, മോൾ ഏത് ഡോക്ടറെയാ കൺസൾട്ട് ചെയ്യുന്നേ? അത് പിന്നെ ഞാനത് മോളോട് ചോദിക്കാൻ വിട്ടുപോയി. അമ്മയ്ക്ക് മോള് കാണുന്ന ഡോക്ടർ ഏതാണെന്ന് അറിയില്ലേ? ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അതിലൊന്നും ഫലം കിട്ടിയില്ല. ഇപ്പോ അനന്തരവിനും മോളും കൂടി ഏതോ നല്ല ഡോക്ടറെ പോയി കണ്ടിരിക്കുന്നേ. അദ്ദേഹത്തിന്റെ പേരെന്നോട് പറഞ്ഞു, പക്ഷെ മറന്നുപോയി. എന്നാ ശരി. ആ ഡോക്ടർ. ആ വരൂ, ഇരിക്കെ. ഞാൻ മനഃപൂർവ്വം ചോദിച്ചു അവരോട് മഞ്ജുവിന്റെ ഡോക്ടർ ആരാണെന്ന്. അവർക്കറിയില്ല. മഞ്ജു ഇവിടെ അഡ്മിറ്റ് ആയപ്പോ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചെല്ലാം പറഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതിനകത്ത് അയാൾ ഉണ്ടെന്നറിയാതെ ഞാൻ വന്നത്. എന്നെ കാണാതിരുന്നത് ഭാഗ്യമായി. ആ മോൾക്ക് വേണ്ടി ടെസ്റ്റ് എല്ലാം നടത്തിയില്ലേ? ആ, എല്ലാം കഴിഞ്ഞു. റിസൾട്ട് ഉടനെ വരും. കുഴപ്പമൊന്നുമില്ല. ഫുഡിൽ നിന്ന് വന്ന കംപ്ലൈന്റാ. ഞാനൊരു മെനു കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത്ര കൺട്രോൾ പോരാ. ബെഞ്ചമിൻ ഡോക്ടറെ കണ്ടപ്പോ എല്ലാം പറഞ്ഞിരുന്നു. അവസാനം മകളുടെ അടുത്ത് അച്ഛൻ എത്തിയല്ലേ? ഇനി എന്റെ പ്രതീക്ഷയും സ്വപ്നമൊക്കെ എന്റെ മകളും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ്. അവർക്ക് വേണ്ടിയാ ഇനി എന്റെ ജീവിതം, അവരറിയാതെ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും ആശ്വാസം കൊടുക്കുന്ന ആളാ എന്റെ ഹസ്ബൻഡ്. കുട്ടികളുണ്ടാവില്ലെന്ന് വിധി എഴുതിയവർക്ക് പോലും പ്രതീക്ഷ കൊടുക്കുന്ന ഡോക്ടർ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനൊരു നിരാശ വന്നത്. എന്ന് കരുതി ഞങ്ങൾക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. ആര്യമോളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നാത്തൂന്റെ മോളാണെങ്കിലും അവള് ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയാ. ആന്റി പറഞ്ഞു ആര്യമോളെ ഒന്ന് കാണണമെന്നുണ്ട്. ഉടനെ വരും. ഈ പറയുന്ന മഞ്ജുവിന്റെ അമ്മയും 1-2 നഴ്സുമാരും വന്നപ്പോഴാണ് നിങ്ങൾ അവർക്ക് മുഖം കൊടുക്കാതെ മാറിയത്. ആരെയാ നിങ്ങൾ ഭയക്കുന്നത്? ആ നഴ്സുമാരെയോ അതോ മഞ്ജുവിന്റെ അമ്മയോ? മഞ്ജുവിന്റെ അമ്മയെ ഭയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നിങ്ങൾ മഞ്ജുവിന്റെ മുറിയിലേക്ക് പോയപ്പോഴും അവരെ കണ്ടില്ലേ? കണ്ടു കാണും, പക്ഷെ അവരെനിക്ക് അറിയില്ലല്ലോ. ഓ, അപ്പൊ ഇവിടുത്തെ നഴ്സുമാർക്കാണ് നിങ്ങളുമായിട്ട് അടുപ്പമുള്ളത്. എന്തൊക്കെയാ നീ പറയുന്നത്? അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അവരോട് എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്തു കാണും, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും തെറ്റ് ചെയ്ത് കാണും. നീ എന്നെ പിന്തുടർന്നു വന്നു. ഞാനിവിടെ കാണാൻ വന്നത് മറ്റേതോ പെൺകുട്ടികളാണെന്ന് നീ കരുതി. അതല്ലാതെ നിനക്ക് ബോധ്യപ്പെട്ടു. വെറുതെ വഴക്കിന് നിൽക്കണ്ട.
ഇവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി, അതോ വീട്ടിലേക്ക് വരുന്നോ? നീ നിന്റെ കാറിലല്ലേ വന്നത്, നിനക്ക് പോയിക്കൂടെ? അപ്പൊ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാനാണ് പരിപാടി. ആ ദേ പോകുന്ന ഒരാള്. ആ കുട്ടി എന്നെ കണ്ടല്ലോ, നിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ കൂടെ വന്ന മറ്റേ കുട്ടിക്കായിരിക്കും പ്രശ്നം. മറ്റേ കുട്ടി മറിച്ച കുട്ടി, നിനക്കൊന്ന് പൊക്കൂടെ? ആ അത് തന്നെ എനിക്കും പറയാനുള്ളത്. കാണേണ്ട ആളെ കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് പൊക്കൂടെ? ഞാൻ പോകാൻ തന്നെ പോകുന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാനല്ല വന്നത്. ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാ. അവരുടെ മുന്നില് എന്നെ വെറുതെ നാണം കെടുത്തരുത്. നാലാംകട സ്ത്രീകളെ പോലെ സംസാരിക്കരുത്. നിങ്ങൾ കൂടുതലും മാന്യനാവണ്ട. അവർക്കൊക്കെ അറിയായിരിക്കും നിങ്ങളുടെ സ്വഭാവം. അതെ അറിയാം, ഞാനൊരു നല്ല ഡോക്ടറാണെന്നറിയാം, നല്ല സ്വഭാവത്തിനുടമയും. ആദ്യം പറഞ്ഞത് ഞാൻ നിഷേധിക്കുന്നില്ല. സാധാരണ ആണുങ്ങൾ തിരഞ്ഞെടുക്കാത്തത് തന്നെയാ നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഗൈനക്കോളജി. അതില് നിങ്ങൾ മിടുക്കനുവാ. സ്ത്രീകളോട് പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നിങ്ങളെ കാണാൻ വരുന്ന മിക്ക സ്ത്രീകൾക്കും ഫലം കിട്ടുന്നത്, എനിക്കൊഴിച്ച്. അതുകൊണ്ട് തന്നെ അമ്മയാകാൻ കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം കാണും. അത് വെറുതെ മുതലെടുക്കാൻ നോക്കരുത്. നിന്നെ പോലെ ചീപ്പായി ചിന്തിക്കുന്ന ഒരു ഭാര്യ ലോകത്ത് വേറെ കാണില്ല. ഒരു സ്ത്രീയെ ചീപ്പാക്കുന്നത് കൂടെയുള്ള പങ്കാളി തന്നെയാ. അയാൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ അവരും നല്ലത് മാത്രമേ ചിന്തിക്കൂ. ഇവിടെ നിങ്ങളെ 1% പോലും എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ അപമാനിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ പോക്ക് ശരിയല്ലെങ്കിൽ ഇതുപോലെയല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ സജീവമാണ്. പല ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരുടെ കൊള്ളരുതായ്മയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് ഞാനും ചെയ്യും. മഞ്ജു പോകുന്ന ഡോക്ടറെ ഒന്ന് പോയി കാണാൻ ഞാൻ മോളോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. മഞ്ജു എടുത്തൊരു കാര്യം പറയാനാണ് ഞാനും വന്നത്. ഏട്ടത്തിക്ക് എന്തോ വയ്യാണ്ട് വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറഞ്ഞ് അനന്തോട്ടം വിളിച്ചിരുന്നു. എന്തു പറ്റിയതാ മോനെ? പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഈ സമയത്തെ ഞങ്ങളെ പോലുള്ള അമ്മമാരുടെ സഹായം ആവശ്യമാ. അടുത്ത് പ്രായം ചെന്നവർ നിൽക്കുന്നത് നല്ലതാ. എന്നാ അതൊന്നും ഇഷ്ടമല്ലല്ലോ അവൾക്ക്. ഏതായാലും മോൻ എന്ന് അവിടം വരെ പോണം. അങ്ങനെയെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാനും പറ്റും. അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് കാണാനും പറ്റും. ഡോക്ടറെ പറ്റി ഞാനൊന്ന് തിരക്കി. അയാളെ പറ്റി ആരും അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പറയുന്നത്. തുടങ്ങി. എടാ മോനെ, അയാളുടെ സ്വഭാവം അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ചികിത്സ തേടിച്ചെന്നാ നമുക്ക് ഗുണം കിട്ടണം. അത് മാത്രം നമ്മൾ നോക്കിയാ പോരെ. ഞാൻ എന്തായാലും അനന്തൂരി ഒന്ന് വിളിക്കട്ടെ. നീ കാണുന്ന ഡോക്ടർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ വിചാരിച്ച എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഒരാള് വിളിച്ചിരുന്നു, ഒരു ഡോക്ടർ. അത് അയാളാണോന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം അല്ലാന്ന് പറഞ്ഞല്ലോ. നീയല്ലേ പറയുന്നത്? അപ്പോ അതാ ഡോക്ടർ തന്നെയായിരിക്കും. വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും വഴക്കിടാതിരുന്നൂടെ ഏട്ടത്തിക്ക്? അത് നീ നിന്റെ അപ്പച്ചോട് പറ. ശരി, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. കഴിവത് ഏട്ടത്തിയുടെ സംസാരത്തിന് മറുപടി പറയാതിരിക്കുന്ന നല്ലത്. അയാളൊരു പുണ്യാളം വന്നേക്കുന്നു. ഞാനും അനന്തുവേട്ടനും ആർക്ക് ശല്യമില്ലാതെ പോവാ. അതിന്റെ ഇടയിലേക്ക് കയറി വന്നോളൂ ഓരോരുത്തരും, ഞങ്ങളുടെ സമാധാനം കളയാൻ. അവൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുക, അമ്മയുടെ മുഖം കാണാതിരിക്കാൻ പറ്റുമോന്ന്. അല്ലെങ്കിലും അവളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. അവളുടെ അമ്മയും അച്ഛനും നമ്മളല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കാർത്തൂന്റെ അമ്മയേക്കാൾ നല്ല അമ്മ മഞ്ജുവിന്റെ അമ്മയാ. അതെന്താ ശരത്തേട്ടൻ അങ്ങനെ പറഞ്ഞത്? കാർത്തൂനെ പ്രസവിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തത്? അതിനെ കാട്ടിൽ കൊണ്ട് കളഞ്ഞു, കൊല്ലാൻ തന്നെ. പിന്നെ അവരെങ്ങനെ നല്ലതാകുന്നത്? ഇവിടെ മഞ്ജുവിന്റെ സ്വന്തം അമ്മ സെന്റ് തോമസ് ഓർഫണേജിന്റെ പണിക്കലല്ലേ കൊണ്ടുവച്ചത്. അപ്പോഴാ അമ്മയ്ക്ക് സ്വന്തം മോള് മരിക്കണമെന്നില്ലായിരുന്നു, നല്ല നിലയിൽ വളരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പോലും സഹതാപം സ്വന്തം കുഞ്ഞിനോട് കാർത്തൂന്റെ അമ്മ കാണിച്ചിട്ടില്ല. അവരെ സംസ്കാരശൂന്യെന്നോ പിശാച് കയറിയവരെന്നൊക്കെ വിളിക്കാം. ആ അമ്മയുടെ സാഹചര്യം അതായിരുന്നു കാണും. എന്ത് സാഹചര്യമായാലും സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാര് കാണുമോ? അതും മൃഗങ്ങൾ കടിച്ചു കീറി കൊല്ലണമെന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ടാവുമോ?
അതിന് താൻ എന്തിനാ ഇങ്ങനെ ഇമോഷൻ ആവുന്നേ? കാർത്തൂനല്ലോ ഞാൻ പറഞ്ഞത്, കാർത്തൂന്റെ അമ്മയല്ലേ. ആരുടെയും ജീവിത സാഹചര്യം അറിയാതെ പഴിക്കരുത് ശരത്തേട്ട. എന്ത് സാഹചര്യമാടോ? ആ മകളെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നിരുന്നെങ്കിൽ ഈ ജന്മം കാർത്തൂന്റെ അമ്മയ്ക്ക് സ്വസ്ഥ കിട്ടുമായിരുന്നോ? മരിച്ചുപോയ കുഞ്ഞിന്റെ ആത്മാവ് അവരെ വെറുതെ വിടുമായിരുന്നോ? അങ്ങനെ മാറിക്കഴിഞ്ഞാ എന്നേക്കാളും കൂടുതൽ വിഷമിക്കുന്നത് താനായിരിക്കും. പിന്നെ ബന്ധുക്കളൊന്നും അടുത്ത് കാണില്ലേ. കണ്ണേട്ടനും പവിത്രയെടുത്തൊക്കെ അടുത്തില്ലാത്തത് വിഷമം തന്നെയാ. എങ്കിലും സാറുണ്ടല്ലോ. പിന്നെ കാണേണ്ടവരെയൊക്കെ നമുക്ക് ഞായറാഴ്ചയൊക്കെ വന്ന് കാണാമല്ലോ. അമ്മയും നമ്മുടെ കൂടെ കാണും. അതിങ്ങനെ ഏതു നേരം ചിന്തിച്ചിരിക്കണോ? അല്ല, അതൊന്നും അല്ല കാരണം. മറ്റെന്തോ സാറിനെ അലട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല മോളെ. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പറയാതിരിക്കോ? സാറിന്റെ മനസ്സിലുള്ളത് പറഞ്ഞാ ഞാൻ സങ്കടപ്പെടുന്നു കരുതിയിട്ടാണോ? ഹേ അല്ല. എനിക്ക് മനസ്സിലായി സാറിന്റെ ഉള്ളിൽ എന്താണെന്ന്. നമ്മുടെ ഒരു കുഞ്ഞ്, അത് എത്രയും പെട്ടെന്ന് സാറിന് വേണം. അതും എന്റെ വിഷമത്തിന്റെ കാരണമാ. അതുകൊണ്ടല്ലേ ഞാനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവേടത്തി കാണുന്ന ഡോക്ടറെ പോയി കാണാന്ന്. അത് പറയുമ്പോഴെന്താ മുഖത്തിനൊരു മാറ്റം? ഹേയ് ഒന്നുമില്ല. എന്നെ എന്റെ കാർത്തു ഇങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കല്ലേ. എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നമുക്കിടയിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് വേണമെന്ന്. സ്വത്ത് പോലും അപ്പച്ചി മുത്തച്ഛനും അവൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന കേട്ടത്. കാർത്തു ആരാ ഇപ്പോ? അന്യ പെൺകുട്ടിയാണോ? അവള് നിന്റെ അനിയന്റെ ഭാര്യ, അനിയത്തിയ. വസ്തുഭാഗം വെക്കുമ്പോ അരുണ് കൊടുക്കാനുള്ളത് കൊടുക്കണം, അത് ന്യായം. എന്നാൽ കാർത്തൂന് അതിന്റെ ഒരു അംശം കൊടുക്കേണ്ട കാര്യം എന്താ? നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അനന്തു. പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തെ എന്തെങ്കിലും ചെയ്യുന്നതിന് നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? എന്തായാലും നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തരും, ഒട്ടും കുറയാതെ. അത് തന്നെ 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുണ്ട്. എന്നിട്ടാണ് വീണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തടസ്സം നിൽക്കുന്നത്. ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോ അവർക്ക് ചില ദാനങ്ങളൊക്കെ ചെയ്യാൻ തോന്നും, പ്രത്യേകിച്ച് അവരത് അർഹിക്കുന്നതാണെന്ന് തോന്നിയാൽ. കാർത്തു സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്ന പെൺകുട്ടിയല്ല. അവർക്ക് കൊടുക്കുന്ന സമ്പത്ത് അവർ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തരുന്ന പോലെ ഒരു പങ്ക് കാർത്തുവിന് വേണ്ടി മാറ്റിവെക്കും. അത് കൊടുക്കുകയും ചെയ്യും. കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്ക്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെ കാണാൻ? കൊച്ചുമക്കൾക്ക് ഈ വയസ്സന്മാരെയൊക്കെ തള്ളിക്കളയാം. തിരിച്ചതിന് പറ്റില്ല മോനെ. കാരണം പ്രായവും പക്വതയും കൊണ്ട്, ജീവിതാനുഭവം കൊണ്ട് ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ പ്രായമായത്. ആ പ്രായത്തിലുള്ളവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയൂ. മുത്തശ്ശൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഏയ് ഒന്നുമില്ല. മോൻ ഇങ്ങോട്ട് വന്നപ്പോ ആരെങ്കിലും കണ്ടായിരുന്നോ? ആരെയും കണ്ടില്ല മുത്തശ്ശ. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇടത്തെ കണ്ടിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ? അവള് എന്നെ മോന്റെ അപ്പച്ചിയൊക്കെ ഏതു നേരം കുറ്റം പറയലേ ഉള്ളൂ, നല്ല ഒന്നും പറയില്ലല്ലോ. മുത്തശ്ശന്റെ മനസ്സിൽ തട്ടുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോ കേതുർദശയാ, പോരാത്തതിന് ദശാസന്ധിയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഓരോരോ വ്യാധികളുണ്ടാവും. ഈ ദശാസന്ധി കടന്നു പോകുമെന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെയൊന്നും പറയാതെ മുത്തശ്ശ. മുത്തശ്ശൻ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിലുള്ള ഒരാളോട് പറഞ്ഞാ പോരെ. കാർത്തു പിന്നെ വേണ്ടതൊക്കെ ചെയ്തോളും. നമ്മളെപ്പോലെയല്ല, ദൈവങ്ങളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാ. ചില നേരത്തെ എന്തൊക്കെയോ പൂജാമുറി കയറി സംസാരിക്കുന്ന കേൾക്കാം. വിഷമം വരുമ്പോ നമ്മളോടല്ല പറയാ, ദൈവങ്ങളോട് നേരിട്ടാ. അതാണ് മോനെ ഇനി നിന്റെ ബലവും വൈശല്യവും ഒക്കെ. അത് അകത്തിടക്കുന്ന ആള് മനസ്സിലാക്കുന്നില്ലല്ലോ. അവക്കൊന്നും മനസ്സിലാവില്ല. അവക്ക് കൂട്ടുകൂടാൻ പാടില്ലാത്തവരുമായിട്ടാ ഇപ്പൊ കൂട്ട്.
അങ്ങനെ പുതിയ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടായോ? സ്വാമി സാറ് വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ജീവനും മഞ്ജുമയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ എത്തിയത് സ്വാമി സാറാ. അതിന് പകരം വന്നത് അരുണിന്റെ അപ്പച്ചിയായിരുന്നെങ്കിലോ? അതിനും ഇനി സാധ്യതയുണ്ട്. അയാള് മനഃപൂർവ്വം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുവാണോന്ന് എന്റെ സംശയം. അയാൾക്ക് മക്കളില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്കൊരു മകളുണ്ടെന്ന് അറിയുന്നത്. അതിന്റെ ആവേശമായിരിക്കും ഈ കാണിക്കുന്നതൊക്കെ. സ്നേഹിച്ച എന്റെ അപ്പച്ചിയെ വഞ്ചിച്ച അയാളെ പോലെ ഒരാൾക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവോ? അന്ന് അയാൾ ചെറുപ്പമായിരുന്നു. എന്നാൽ ഇപ്പൊ 50 കഴിഞ്ഞു. അതിന്റെ പക്വത ആ സ്വഭാവത്തെ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അപ്പച്ചി പ്രഷർ കൂടുതലുള്ള കൂട്ടത്തിലാ. അയാളെ കണ്ട മിക്കവാറും അപ്പച്ചിയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അതുകൊണ്ട് അവരുടെ കൂടിക്കാഴ്ച ഒഴിവാക്കിയേ പറ്റൂ. ഇനിയിപ്പം ഏട്ടത്തിയുടെ അയാളെല്ലാം പറയുമെന്ന് എന്റെ പേടി. അങ്ങനെ പറയാതിരിക്കാൻ കഴിഞ്ഞതൊന്നും ആരെ അറിയിക്കരുതെന്നും ഞാൻ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അയാളെല്ലാം വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കഥകൾ അറിയാത്ത പലരും അയാൾക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലോ. അയാളുടെ ഭാര്യ, ദീപൻ, അങ്ങനെ പലരും. അരുൺ ഈ കാര്യത്തിലൊരു അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. അരുണിന്റെ അപ്പച്ചിയുടെ പൂർവ്വകാല ബന്ധം അയാൾ പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ തീർത്ത് കളയുന്നതാരും ഞാൻ ഏറ്റു. സ്വാമി സാറിനെ പോലൊരു അച്ഛനായിരുന്നുണ്ടാ അന്ന് സ്വന്തം മകൾക്ക് ഇങ്ങനൊരു ചതി പറ്റിയപ്പോ അയാൾക്കൊന്നും സംഭവിക്കാതെ പോയത്. അല്ലെങ്കിൽ അന്ന് അയാളുടെ കഴുത്തർത്തനെ. മുത്തശ്ശനും അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാ. ജീവനെ കണ്ടതിനു ശേഷം പ്രഷർ വല്ലാതെ കൂടിയെന്ന് ഇടയ്ക്ക് കണ്ടപ്പോ പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയം കാരണം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. അരുണിന്റെ ഏട്ടത്തി ആശുപത്രി വിട്ടു പോയാലും അത് മാറില്ല. ഇപ്പോഴേ ജീവൻ ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ മഞ്ജുവിനെ പ്രസവത്തിനായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യം ഉറപ്പാരുൺ, അധികം വൈകാതെ അരുണിന്റെ അപ്പച്ചിയും ജീവനും തമ്മിൽ കാണും. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. കാർത്തൂൻ ചോദിക്കുന്നുണ്ട് എന്റെ ടെൻഷൻ എന്താണെന്ന്. കാർത്തൂന്റെ അമ്മയോ അച്ഛനോ ആണ് ടെൻഷന്റെ കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവള് പ്രഗ്നന്റ് ആണോന്ന് നമ്മളൊക്കെ സംശയിച്ച ദിവസം അന്ന് നീ കാല് തെറ്റി വീഴുകയും ചെയ്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ വാർത്ത കേട്ട് തളർന്നാണ് വീണത്. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഇനി അതിന് സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് തടയണം. അവൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞ ശത്രുതയൊക്കെ മറന്നിട്ട് ഞാൻ അടുക്കും. എന്തിനാന്നറിയോ? ആ കുഞ്ഞിനെ കൊല്ലാൻ. എന്റെ ശത്രുവാണോന്നറിയില്ല അമ്മ. നോക്കാൻ എന്തോട്ടാ? മഞ്ജുവിന്റെ അമ്മ ഇപ്പോഴും സുന്ദരിയാ. അപ്പോ ഡോക്ടർ ചെറുപ്പകാലത്ത് അവരെ ഇഷ്ടപ്പെട്ടതില് വലിയ അത്ഭുതമൊന്നുമില്ല. പുറമേയുള്ള സൗന്ദര്യത്തെക്കാളും നമ്മളെ ആകർഷിക്കും ദേവയുടെ സ്വഭാവം. അതാണ് എന്നെ സ്വാധീനിച്ചത്. പക്ഷേ ഞങ്ങളുടെ സ്നേഹം ദൈവത്തിന് പോലും അത്ര രസിച്ചില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വേർപിരിയാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത്. അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഡോക്ടർ ബെഞ്ചമിൻ പറഞ്ഞു ജീവൻ നിരപരാധിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാഗത്തെ ന്യായങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? ഇപ്പോ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കേൾക്കേണ്ടവര് അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല. എന്റെ വാക്കുകൾ അവര് വിശ്വസിക്കാനും പോകുന്നില്ല. ഏതായാലും എന്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ദേവൻ നശിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്കെന്റെ മോളെ കാണാൻ പറ്റി. അവളുടെ ഡോക്ടറാവാനും കഴിഞ്ഞു. അത് തന്നെ വലിയ നേട്ടമായി ഞാൻ കരുതുക. ഓഹോ, താൻ വീണ്ടും വന്നോ? ഞാൻ വന്നതല്ല, ഡോക്ടർ എന്നെ വരുത്തുക. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഭർത്താവിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഭർത്താവ് ഭാര്യയോടൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ അന്യനായി ഞാൻ വേണോ പറയാൻ? അയാള്
പറഞ്ഞത് ശരിയാ. നിങ്ങളെ എല്ലാം എന്നോട് പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദീപന്റെ കാര്യത്തിന് വേണ്ടിയാ അയാൾ വരുന്നത്. ദീപന് കൊടുക്കാനുള്ള സ്വത്ത് കൊടുക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടാ ഈ പറഞ്ഞ അരുണിനെയും അന്ന് വന്ന കണ്ണനെയൊക്കെ ദീപൻ പറഞ്ഞു വിടുന്നത്. അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒരുത്തം വന്ന് പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ. അതിന്റെ പിന്നാലെ അടുത്ത ആള് വിസ്താരം തുടങ്ങി. വിസ്താരമൊന്നും തുടങ്ങിയിട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടട്ടെ, എന്നിട്ട് വിശദമായിട്ട് വിസ്തരിച്ചോളാം. എന്തായാലും ഞാൻ അറിയാതെ എവിടേക്കോ നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളുടെ പഴയകാല കാമുകിമാരുടെ അരികിലേക്ക്. അതുമായി ബന്ധപ്പെട്ടാണോ ഇവരൊക്കെ വരുന്നേനെ എനിക്ക് സംശയമുണ്ട്. ആണെങ്കിൽ നീ ബന്ധം അവസാനിപ്പിച്ചോ, നമുക്ക് പിരിയാം. അങ്ങനെ പിരിയുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എവിടോട്ടാണെങ്കിലും നമ്മൾ ഒന്നിച്ചേ പോവൂ, അത് മുകളിലോട്ടാണെങ്കിലും. എനിക്കിപ്പോ ഒരു സംശയം, അവനാണോ മഞ്ജുവിന്റെ ഡോക്ടർ എന്ന്? എന്താ ഇപ്പോഴങ്ങനെ ഒരു സംശയം തോന്നാൻ? അവനെ അവിടെ വച്ച് കണ്ടതുകൊണ്ട് തന്നെ. അവനൊരു ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, പേരെടുത്ത ഗൈനക്കോളജിസ്റ്റ്. എന്ന് കരുതി അയാൾ മഞ്ജുവിന്റെ ഡോക്ടർ ആകണമെന്നുണ്ടോ? എന്തായാലും അവൻ വരുന്ന ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു. പക്ഷേ അമ്മയെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മകള് അത് കേൾക്കോ? താൻ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? ഉടനെ മഞ്ജു അവിടുന്ന് ഡിസ്ചാർജ് ആവില്ലേ? പിന്നെ ഹോസ്പിറ്റൽ മാറ്റേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ അവനെ വിളിക്കുകയും കാണുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. അവനോടൊന്ന് പറയോ തിരിച്ച് അമേരിക്കയിലേക്ക് പോവാൻ? അത് ഞാൻ എങ്ങനെയാ ദേവേ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ തന്നെ അയാൾ കേൾക്കണമെന്നുണ്ടോ? പിന്നെ താൻ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കാരണം ഭർത്താവിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു സംശയരോഗി അയാളുടെ ഭാര്യ. അവരെ മറികടന്ന് ജീവൻ തന്റെ അരികിലേക്കൊന്നും വരില്ല. എന്റെ മക്കളുടെ മുഖം ഓർക്കുമ്പോ എനിക്ക് ഭയം ഡോക്ടർ. അവരാണെങ്കിൽ തന്നെ എന്നെ മാറ്റി നിർത്തിയിരിക്കുക കാർത്തൂനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ. താനിപ്പോ അമ്മ മാത്രമല്ല, മുത്തശ്ശിയും ആകാൻ പോകുക. ഇനി കഴിഞ്ഞു പോയൊരു സംഭവത്തിന്റെ പേരിൽ ഇത്രയും ഇമോഷണൽ ആവണോ? ജീവന്റെ നാടിതാ. അതുകൊണ്ട് അയാളെ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടെന്നു വരും. പ്രത്യേകിച്ചൊരു ഡോക്ടർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച്. അവൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കോ? അതിനുള്ള സാധ്യതയില്ല. ജീവനോടെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കൊരു അറിവുമില്ല. ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ വന്നതായിരിക്കും. എന്തായാലും ശരി, ഡോക്ടർ അവനെ കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം എന്റെ കൺമുന്നിലേക്ക് വരരുതെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ ഉറക്കം കെടുത്താനായിട്ട് വന്നിരിക്കുക അവൻ. താൻ ടെൻഷൻ അടിക്കാതെ, ജീവനെ കാണുമ്പോ ഞാൻ സംസാരിച്ചോളാം. മഞ്ജു ഡിസ്ചാർജ് ആയല്ലോ മോളെ. ഓണം കൊണ്ട പോലെ നമുക്ക് ദീപാവലിയുടെ അന്നും ഇവിടുന്ന് കൂടാം. അച്ഛൻ കാർത്തൂനെ വിളിച്ചിരുന്നോ? ആദ്യം മോള് വിളിക്കേ, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഇതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോഴേ കാർത്തൂനെ വിളിക്കാൻ പറ്റൂ. അല്ലാതെ വിളിച്ചു നിർത്തിയാൽ എല്ലാവർക്കും സംശയമായിരിക്കും. ആ ശരിയാ. എന്തായാലും ഇടയ്ക്കെങ്കിലും ഇതുപോലെ കാർത്തുമായിട്ട് താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടല. ദീപാവലിക്ക് മൊത്തത്തിലൊരു വെളിച്ചമല്ലേ. അന്ന് രാത്രിയും പകലാകുന്ന ദിവസ. ആ ദിവസം മോളുടെ വെളിച്ചം കൂടി ഇവിടെ ഉണ്ടാവട്ടെ. ആ ദിവസം മോളുടെ വെളിച്ചം കൂടി അവിടെ ഉണ്ടാവട്ടെ അച്ഛാ. മഞ്ജു വരാനുള്ള സാധ്യതയില്ല. മാളുവിനെ ഒന്ന് നിർബന്ധിച്ചു നോക്ക്. ഓ, അവളും വരില്ല അച്ഛാ. എങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ അതൊരു പരാതിയാവും. ഞാൻ അവളോട് പറയാച്ചാ. എന്തായാലും ഇത്തവണത്തെ ദീപാവലി കാർത്തൂനോടൊപ്പം അവിടെ തന്നെ. അതിനി മാറ്റമൊന്നും വരില്ല. മത്താപ്പൂ ശക്തമായി പൊട്ടിത്തെറിക്കാൻ അതിനകത്ത് വെടിമരുന്ന് നിറച്ചു തരാം. അതിന് പറ്റിയൊരാളുണ്ട്. അന്ന് പാമ്പിൻ വേഷം കുത്തിവെച്ചതുപോലെ ആവോ? ഒരിക്കലുമില്ല. നീ എന്നെ കാണാൻ വന്നെന്ന് ആരോടും പറയരുത്. ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ വിചാരിക്കുന്നത് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നായിരിക്കും. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിൽ പ്രസാദമൊക്കെ ആയിട്ട് വേണം കയറി ചെല്ലാൻ. അമ്പലത്തിൽ പോയെന്നേ പറയാവൂ. അവിടെ പോയി തൊഴുതപ്പോ നിനക്കൊരു വെളിപാടുണ്ടായി. അതുകൊണ്ടാണ് മുത്തശ്ശന്റെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയത്. അങ്ങനെ വേണം പറയാൻ. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ അവര് വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന രീതിയിൽ പറയണം. എന്നെ വേണമെങ്കിൽ നീ തള്ളി പറഞ്ഞു.
എന്റെ വാക്കും കേട്ടുകൊണ്ട് നടന്ന അമ്മയും അച്ഛനെയും മുത്തശ്ശനെയും ഒക്കെ നഷ്ടപ്പെടുമെന്ന് നിനക്ക് ഭയമുള്ളതായി തോന്നിയെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ അവരത് വിശ്വസിച്ചോളും. ഞാൻ ചെല്ലുമെന്നറിഞ്ഞ അരുണേട്ടൻ കാർത്തുമായിട്ട് അവിടേക്ക് വരുമോ? ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ മുത്തശ്ശനും അമ്മയും കൂടി അവളെ അവിടെ വരുത്തും. ഈ ചാൻസ് മിസ്സാക്കരുത് മോളെ. എന്നേക്കാൾ കൂടുതൽ കാർത്തു എന്ന പെൺകുട്ടി വേദനിപ്പിച്ചത് നിന്നെയാ. ഇനി നീ അരുണിനായി കാത്തിരിക്കില്ല എന്നറിയാം. എങ്കിലും നിന്റെ സ്വപ്നങ്ങൾ തകർത്ത അവളെ കൊല്ലുക തന്നെ വേണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തിനാ ആലോചിക്കുന്നേ? ഞാൻ പാമ്പിൻ വിഷം കുത്തിവെച്ചു, അത് കേസായി. പോലീസ് ഇവിടെ വന്നു, ഞാനാണ് പ്രതി എന്ന് തെളിയുകയും ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും മക്കളാ, മുത്തശ്ശന്റെ കൊച്ചുമക്കളാ. അതുകൊണ്ട് എല്ലാം കഴിയുമ്പോ ആദ്യം കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായാലും പിന്നെ എല്ലാവരും അങ്ങ് തണുക്കും. ഞാന് മോൾക്ക് വിശേഷമുള്ളതുകൊണ്ട് സഹായിക്കാൻ വന്നതാ. എത്ര നാളായി ഈ സഹായം തുടങ്ങിയിട്ട്? അയ്യോ, കുറച്ചു ദിവസേ ആയിട്ടുള്ളൂ. നീ ഏതാ? ഞാൻ സുശീലേട്ടന്റെ ഭാര്യയാ. അതായത് കണ്ണന്റെ ഭാര്യ പവിത്രയുണ്ടല്ലോ, അവളുടെ ചേച്ചി. ഓ, കേട്ടിട്ടുണ്ട്. കാർത്തും പവിത്രയും തറവാട്ടിൽ വന്നപ്പോ അവരെ ഓടിച്ചു വിട്ട പവിത്രയുടെ ചേച്ചി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അതേപറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞത് കള്ളമാണ്. മഞ്ജുവിന് വിശേഷം ഉണ്ടായപ്പോഴാ നീ വന്നേന്ന് പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ... വേണ്ട, കള്ളസത്യം ഇടണ്ട. ഇവിടെ ഉണ്ടാക്കുന്ന കറികൾക്ക് കാർത്തും പവിത്ര ഉണ്ടാക്കുന്ന കറികളുടെ അതേ ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ മനസ്സിലായത് ആ ടേസ്റ്റ് വന്ന വഴി. എന്തായാലും ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. വേണ്ട, അമ്മ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കില്ല. അതെന്താ കഴിക്കാത്തത്? അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ ആരുണ്ടാക്കുന്നതാ ഇഷ്ടം? ഞാൻ ഉണ്ടാക്കുന്ന തന്നെ. നീ ഉണ്ടാക്കുന്നത് നിനക്കിഷ്ടമാണോ? പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങ് കളയുവാണോ? നീ ഉണ്ടാക്കിയ കളയും. പവിത്രയുടെ ചേച്ചി പത്മിനി ഉണ്ടാക്കിയ കഴിക്കും. വാതിൽ തുറന്നിട്ടുണ്ടേ കള്ളം കണ്ടുപിടിക്കാൻ പറ്റി. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ അടുക്കളയിൽ ശബ്ദം കേട്ടു. വയ്യാത്ത എന്റെ മോള് അടുക്കളയിൽ കയറിയല്ലോന്ന് വിഷമത്തിൽ വന്നതാ. അപ്പൊ ദേ നിൽക്കുന്നു ഈ വീട്ടിലെ പാചകക്കാരി. അത് പിന്നെ എനിക്ക് വയ്യാതായപ്പോ അനന്തേട്ടൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാ. അങ്ങനെയൊക്കെ ആദ്യം അവളും പറഞ്ഞു നോക്കി. നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന്. എന്നാ നീ ഉണ്ടാക്കിയ കറികളുടെ ടേസ്റ്റ് എന്റെ നാവില് നിക്ക. അതിന് ഒരു പവിത്രയുടെയും കാർത്തൂന്റെയും ടച്ചുണ്ട്. ഇനി അത് എല്ലാവരോടും വിളിച്ചു കൂവ്. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഓരോരുത്തരായിട്ട് വന്ന് ഇത് പിടിക്കും. ഇതുപോലെ തന്നെ. അതാ കള്ളം പറഞ്ഞാലും ചെയ്താലും ഉള്ള കുഴപ്പം. അമ്മമാര് നല്ലതല്ലെങ്കിൽ മക്കൾക്ക് ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എത്ര രൂപയാ ശമ്പളം? നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്തായാലും അനന്ത് കൊടുക്കില്ല. ഞാൻ തന്നെയാ കൊടുക്കുന്നേ. ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിലുള്ളവരെ പുറത്താക്കിയതുകൊണ്ടല്ലേ പൈസ കയ്യിന്ന് പോകുന്നത്. അത് ഞങ്ങളങ്ങ് സഹിച്ചാ മതിയല്ലോ. വന്നേക്കുന്നു കള്ളം കണ്ടുപിടിക്കാൻ. കള്ളം കണ്ടുപിടിക്കാനല്ല, നിന്നെ കാണാനും ദീപാവലിക്ക് നിന്നെ അനന്തുവിനെയും മുത്തശ്ശന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനോ വന്നത്. അന്ന് അവള് വരുന്നില്ലേ? നിങ്ങളുടെ പുന്നാര കാർത്തൂന് ഒഴിവാക്കിയിട്ട് ഇനി ഒരു ഫംഗ്ഷനും ഇല്ല. അതുകൊണ്ട് മോളും വരുന്നുണ്ട്. എന്നാ പിന്നെ അവൾക്കൊപ്പം ആഘോഷിച്ചാ മതി, ഞങ്ങളെ കൂട്ടണ്ട.
ഇനി പുറത്തോട്ട് പോയിട്ട് കാര്യമില്ല. വന്നയാള് പോയി. ആര്? അവൻ തന്നെ. ദീപനെ എങ്ങനെ ഇവൻ കണ്ടോ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ നിങ്ങളുടെ മുറിയിലേക്ക് ടോർച്ച് അടിച്ചോണ്ട് നിൽക്കുമായിരുന്നു മാമന്റെ ആത്മാർത്ഥ സുഹൃത്ത് വിശ്വൻ. അയാളോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഞെട്ടുന്നേ? നീ വായി വരുന്നൊന്നും വിളിച്ചു പറയരുത്. ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. അയാള് പറഞ്ഞതാണ് പറഞ്ഞത്. ആ കാലിൽ എന്താ പറഞ്ഞത്? നിങ്ങളും അയാളും തമ്മില് പ്രേമത്തിലാണെന്ന്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ ഒരു മാർഗമില്ല. ആ സമയത്താ കിളവന്റെയും കിളവിയുടെ ഒരു പ്രേമം. പ്രേമിച്ച് നടക്കുന്നതേ നിന്റെ കെട്ടിയോളാടാ. ഞാൻ അങ്ങനെ സംശയിച്ചിരുന്നു അവളെ. അതിനെ എനിക്കിപ്പോ നല്ല കുറ്റബോധമുണ്ട്. അവള് നിരപരാധിയാ. അമ്മ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് മോളായിരുന്നു എന്ന് വേണം പറയാൻ. നീ എന്തൊക്കെയാടാ ഉണ്ണി പറയുന്നേ? മാമന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു വിശ്വനെ. എന്നോട് തന്നെ മാമൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പരോളിലിറങ്ങിയ ആള് വിശ്വന്റെ തലയടിച്ച് പൊട്ടിച്ചത്? ഇപ്പൊ മോനോട് പറഞ്ഞില്ലേ എന്നോട് അയാൾക്ക് പ്രേമമാണെന്ന്? അതുപോലെ അയാള് തന്നെ കള്ളത്തരങ്ങൾ പറഞ്ഞ് നടക്കുക. ഇനി മാമി കൂടുതലൊന്നും സംസാരിക്കണ്ട. മാമിയെ കാണാൻ തന്നെ അയാൾ ഇങ്ങോട്ട് വന്നത്. തോന്നിയാസം പറയുന്നോടാ. അങ്ങനെ പറയാതിരിക്കണമെങ്കിലേ നാണം കെട്ട പണിക്കൊന്നും ഇറങ്ങി തിരിക്കരുത്. നാളെ മുത്തശ്ശിയാവാൻ പോകുന്നവരാ ഒരു മുതുക്കനെ പ്രേമിക്കുന്നത്. ഇതിലും നല്ലത് നിങ്ങൾ പോയി ചാവുന്നതാ. കൊല്ലാൻ പറ്റില്ലല്ലോ. കൊന്നാ ഞാൻ വീണ്ടും ജയിലിൽ പോവില്ലേ? അതുകൊണ്ടാ ചെയ്യാത്തത്. മിക്കവാറും മാമനത് ചെയ്തോളൂ. നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാടാ. ഇത്രയും നാള് മോൾക്കൊപ്പം നിന്നു. ഇപ്പൊ അവള് ചെയ്യുന്ന ഓരോ പ്രവൃത്തി എന്നെ തിരിഞ്ഞു കൊത്തുക. മാളു ഇത്തവണ ദീപാവലിക്ക് വരുന്നുണ്ട്. ആ അറിഞ്ഞോ? അപ്പച്ചി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് താൻ ഒരുപാട് സൂക്ഷിക്കണം. ചേച്ചിയും അനിയത്തിയും കൂടി ഇനി എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല. ചിലപ്പോ മാളുവിന് ചെറിയ മാറ്റം ഉണ്ടായി കാണും. അവളൊന്നും അങ്ങനെ മാറില്ല കാർത്തു. മനുഷ്യന്മാര് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കത്തുമില്ല. നമ്മളെ സൂക്ഷിച്ചേ പറ്റൂ. അവളായിട്ട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട. എന്നോട് മാളു മിക്കവാറും ഒന്നും മിണ്ടില്ല. എങ്കി അങ്ങോട്ട് കയറി ചെന്ന് താനും മിണ്ടണ്ട. മാളുവിനേക്കാളും മൂത്തതല്ലേ ഞാൻ. അപ്പോ ഞാനല്ലേ എന്തെങ്കിലും തെറ്റ് കണ്ടാ ക്ഷമിക്കേണ്ടത്. താൻ ക്ഷമിച്ചെന്ന് കരുതി അത് ഉൾക്കൊള്ളാനുള്ള സാമാന്യ മര്യാദയും ബോധമൊന്നും അവർക്കില്ല. ഏട്ടത്തെ എടുത്തുനിന്ന് പോയ ശേഷമാ മാളു ദീപാവലിക്ക് വരാൻ താല്പര്യം കാണിച്ചത്. ഇനി അവിടെ എന്തെങ്കിലും ബ്രെയിൻ വാഷ് നടന്നോന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ച് അവിടെ വന്നിരുന്നെങ്കിലേ കമ്പിത്തിരിയും മദ്ദപ്പും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു രസമായനെ. എല്ലാ മക്കൾക്കും അമ്മമാരുണ്ടാക്കുന്ന ആഹാരം പ്രിയപ്പെട്ടതാ. അത് അവരുടെ മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. കുഞ്ഞുനാള് മുതൽ അവര് കഴിച്ച ഭക്ഷണത്തിന്റെ രുചി അങ്ങനൊന്നും നാവിന്ന് പോകില്ല. ഇവിടെ പക്ഷേ മൂക്ക് 10-21 വയസ്സായതിനു ശേഷം അമ്മയുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാനുണ്ടാക്കുന്നതൊക്കെ താല്പര്യത്തോടെ കഴിക്കുന്നുണ്ട്. കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ ആരെയും വിഷമിപ്പിക്കുന്ന സ്വഭാവക്കാരിയല്ലല്ലോ. ഒന്നെനിക്ക് ഉറപ്പാ, കാർത്തും പവിത്ര ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അത്രയൊന്നും നമ്മൾ ഉണ്ടാക്കിയ ശരിയാവില്ലച്ചാ. അവരെത്തി. മോളെ കാത്തിരിക്കായിരുന്നോ? മോള് വരുമെന്നറിഞ്ഞാ പിന്നെ വരുന്നത് വരെ ഒരുതരം കാത്തിരിപ്പാ. ദേവ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് അടുക്കളയിൽ കയറാന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പച്ചി. ഇവിടെ ഒരു അടുക്കളക്കാരനുണ്ട്.
അയാളെ ഒന്ന് സഹായിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് മോൾ എന്തിനാ അടുക്കള കയറുന്നത്? അവിടെയാണെങ്കി ഇവനും ഇവന്റെ അമ്മയ്ക്കും മോൾ ഏതു നേരവും വച്ചു വിളമ്പലല്ലേ. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴെങ്കിലും വിശ്രമിക്കണം. ദീപൻ വിജിതയെ കാണാനല്ല, വിശ്വൻ മാമിയെ കാണാനാ രാത്രി വരുന്നത്. അവര് തമ്മിൽ അടുപ്പമാണ്. അകലാൻ കഴിയാത്ത വിധം ആ ബന്ധം വളർന്നു കഴിഞ്ഞു. മോനെ, നീ എന്തെങ്കിലും കണ്ടോ? കണ്ടു. എന്താടാ നീ കണ്ടത്? രാത്രിയിൽ ടോർച്ച് അടിക്കാൻ വരുന്ന ആളെ. കഴിഞ്ഞ രാത്രിയിലെ എന്റെ ജനലിൽ വെളിച്ചം വീണു. ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോ കുത്തിയിരുന്നു മാമിയുടെ ജനലിൽ ടോർച്ച് അടിക്കുക ആ വിശ്വൻ. അപ്പൊ ആ കാലന്റെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലേ? മാമനാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. സംശയിക്കണ്ട, കൊല്ലാൻ വേണ്ടി തന്നെ അടിച്ചതാ. പക്ഷെ ആ മുട്ടാളൻ ചത്തില്ല. വലിയ നാണക്കെടാ ഇതൊക്കെ. ആനയ്ക്ക് മത ഇളകിയ ചങ്ങലിക്കടാ, മാമിക്കോ? അവളെ ചങ്ങലക്കൊന്നും ഇടണ്ട മോനെ. അവളെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ നിനക്ക്? ഇടയ്ക്കിടയ്ക്ക് അവള് പുഴക്കരെ തുണിയിലക്കാൻ പോകുമല്ലോ, തിന്നിച്ചെന്ന് നിന്നൊന്ന് പിടിച്ച് തള്ളിയാ മതി. നീന്തലൊന്നും അറിയത്തില്ല അവൾക്ക്. വെള്ളം കുടിച്ച് അവള് ചത്ത് പൊങ്ങിക്കോളും. ഇനി ഒരു കൊലപാതകം ചെയ്ത് ഇങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. മാമൻ എന്തായാലും പരോള് കിട്ടുമല്ലോ, അപ്പോഴങ്ങനെ ചെയ്യൂ. എനിക്കിപ്പോ അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലടാ മോനെ. ഞാൻ തള്ളാൻ ചെന്നാൽ അവൾ എന്നെ കൈക്ക് പിടിച്ച് ചുരുട്ടി പുഴയിലേക്ക് എറിയും. അത്രയ്ക്ക് ആരോഗ്യം അവളുടെ കൈക്ക്. ഇരുമ്പൊലക്കാണ് അവിടെ കൈ. മാമൻ പേടിക്കണ്ട. മാമൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മിക്കവാറും വിശ്വനൊപ്പം ആയിരിക്കും മാമിയുടെ താമസം. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ മോനെ. എന്നെ കൂട്ടുപിടിക്കണ്ട. എന്റെ ജീവിതം ഭദ്രമായിട്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത്. നിന്റെ മാമിയുടെ മുറിക്ക് നേരെ വിശ്വൻ രാത്രി ടോർച്ചടിക്കുന്നത് നീ കണ്ടു. പക്ഷേ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ദീപൻ ടോർച്ചടിക്കുന്നത് വിജിതയുടെ മുറിയിൽ. മരുമോനാണ് അമ്മായിയമ്മ സംശയിച്ചിരിക്കുന്നത്. മരുമോന് മാത്രമല്ല, ഇപ്പൊ എനിക്കുണ്ട് സംശയം. അങ്ങേരുടെ കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോ അങ്ങേരെ പിണക്കണ്ടെന്ന് കരുതി അമ്മ. നിർത്തണേ. അതിന് നിന്റെ സ്വഭാവം അല്ല എന്റെ സ്വഭാവം. ആയിക്കോട്ടെ. ഏതായാലും ഉണ്ണിയേട്ടൻ കണ്ടത് ഞാൻ എന്തായാലും തിരുത്താൻ പോകുന്നില്ല. വിശ്വം പറഞ്ഞിരിക്കുന്നതേ നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നാ. അയ്യേ, എന്തോന്ന് അയ്യേ? അതില് കാര്യമുണ്ട്. നീ കൂടുതൽ സംസാരിച്ച നിന്റെ പ്രവർത്തികൾ മുഴുവൻ ഞാൻ ഉണ്ണിയോട് പറയും. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഉണ്ണിയേട്ടൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അവനെ വിശ്വസിപ്പിക്കാനുള്ള അവസരം വരുവടി. അന്ന് ഞാൻ വിശ്വസിപ്പിച്ചോളാം. എന്തായാലും എനിക്ക് ഒരു ചുക്കുമില്ല. ദീപന്റെ കാര്യത്തിലേ നിനക്ക് ഒരു പേടിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഉണ്ണി വിശ്വനെ എന്നെയും ചേർത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുക. പുഴുത്ത നായ്ക്കളെ നോക്കുന്ന പോലെ ഉണ്ണി എന്നെ നോക്കുന്നത്. അത് ഞാൻ എങ്ങനെ സഹിക്കൂടി? ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടി ഉണ്ടായില്ലേ, അതുപോലെ മറ്റൊന്നുകൂടി. അങ്ങനെ കരുതിയിട്ട് വായും മൂടി ഒരു മൂലക്കിരിക്കാൻ നോക്ക്. വെറുതെ സത്യം വിളമ്പാതെ. കാർത്തു, ഇനി നമുക്കേ മത്താപ്പ് കത്തിക്കാം. പേടിയൊന്നുമില്ലല്ലോ? ചെറുതാണെ കുഴപ്പമില്ല. ഇന്നത്തോടെ പേടിയൊക്കെ മാറും. ഇനി ഇത് കത്തിക്കാൻ കാർത്തു. മതി മതി, ഇനി മത്തപ്പം കത്തിക്കണ്ട. ഒരു രസമല്ലേ അരുണേട്ടാ? എന്തിനാ മതിയാക്കുന്ന? എത്ര നാളുകൂടി ഇവിടെ ദീപാവലി ആഘോഷിക്കുന്ന? എന്നാ പിന്നെ രണ്ടാളും അപ്പച്ചി എടുത്ത് പോയിട്ട് കമ്പിത്തിരി കത്തിക്കും. മാളു
താൻ ജീവിക്കാൻ സമ്മതിക്കല്ല അല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്തൊക്കെയാ? മരുമോൻ എന്നെ പിടിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ളത് മാത്രമല്ല, കുറച്ചൊക്കെ നിങ്ങൾ കഴിയുന്നിട്ടും പറഞ്ഞു. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാലോ സുധേ. അതുകൊണ്ട് നീ എനിക്കൊപ്പം വന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് നല്ല തണ്ടും തടിയുള്ള ആങ്ങളമാരില്ലാതായിപ്പോയി. അല്ലെങ്കിൽ അവര് നിങ്ങളെ തല്ലി ചതച്ചേനെ. നിനക്ക് ആങ്ങളമാരില്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിന്നോട് അടുത്ത് ഇടപഴകുന്നത്. ഞാൻ ഇത്തിരി പൈസ കടം വാങ്ങിച്ചത് ഇതുപോലൊരു തലവേദനയാകുമെന്ന് കരുതിയില്ല. ഇപ്പൊ എന്റെ മോള് ചെയ്യുന്ന തെറ്റുകൂടി എന്റെ തലയിലായി. എടീ, ആരും പൈസയൊന്നും വെറുതെ തരത്തില്ല. നമ്മൾ പണം ചെലവാക്കുന്നെങ്കിൽ അതിന് തിരിച്ചെന്തെങ്കിലും നേട്ടം ഉണ്ടാകണം. എന്റെ വീട്ടിൽ എനിക്ക് വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. ആ കുറവ് നീ നികത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താൻ കാരണേ ഒരു ദിവസം ഞാൻ ഈ പുഴയെ ചാടുവടോ. അങ്ങനെയെങ്കില് അതിനുശേഷമേ മറ്റൊരു പെണ്ണിനെ ഞാൻ നോക്കൂ, മറ്റൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കൂ. ഈ പ്രായത്തിൽ ഇനി പെണ്ണ് കെട്ടാതെ തനിക്ക് പോയി ചത്തൂടെ? ഞാൻ ചാകുന്നെങ്കി നീയും കൂടെ കാണും. ഇനി മരണത്തിലായാലും ജീവിതത്തിലായാലും നീ ഒപ്പം വേണമെന്നാ എന്റെ ആഗ്രഹം. ഈ രീതിയിലാ പോക്കെങ്കിലേ മിക്കവാറും എന്റെ കൈ കൊണ്ടായിരിക്കും തന്റെ മരണം. ആയിക്കോട്ടെ, ഞാൻ മരിക്കാത്തിടത്തോളം കാലം ഇനി രാത്രി കാലങ്ങളിൽ നിന്റെ ജനലിൽ വെളിച്ചം വീഴും. അതിന് തർക്കമൊന്നും വേണ്ട. മരുമോനും മോളും നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതിനുവേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. മിക്കവാറും ഉടനെ തന്നെ അതൊക്കെ നടക്കും. അതുകൊണ്ട് ഇനി ഈ എട്ടത്ത് വരവ് പ്രതീക്ഷിക്കാം. ഇത് വലിയ കഷ്ടമായല്ലോ.